കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 20ാമത്തെ വീഡിയോ ആണ് ഇത്. നമുക്കറിയാം, ഒരു ശിശു ജനിക്കുന്നത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ആയിട്ടാണ്. അപ്പനിൽ നിന്നുള്ള ബീജവും സ്പേം, അതുപോലെ അമ്മയിൽ നിന്നുള്ള അണ്ഡവും എഗ്, ഇവ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംയോജിപ്പിക്കപ്പെട്ട് ഒരു ഭ്രൂണം സൈഗോട്ട് രൂപം കൊള്ളുന്നു. അതായത് കുഞ്ഞിന്റെ ശരീരം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ആയി വരുന്നതാണ്. അമ്മയുടെ ഉദരത്തില് ഒരു ഭ്രൂണം രൂപം കൊള്ളുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ദൈവം ഒരാത്മാവിനെ നേരിട്ട് സൃഷ്ടിക്കുന്നു എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നിയേക്കും, മാതാപിതാക്കൾ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ശരീരത്തിന്റെ മാത്രം അപ്പനും അമ്മയുമല്ലേ? ഈ ധാരണ തെറ്റാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണം രൂപം കൊള്ളുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ താൻ ഒരു മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചിരിക്കണം എന്നത് ദൈവം തനിക്കായി വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്നുള്ള മാതാപിതാക്കളുടെ തീരുമാനത്തിന്റെ അനന്തര ഫലം മാത്രമാണ് ആത്മാവിന്റെ ഈ സൃഷ്ടി. ഇനി കുഞ്ഞിന് ജന്മം നൽകേണ്ടതില്ല എന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചാൽ ദൈവം ഒരാത്മാവിനെ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരു ആത്മാവ് സൃഷ്ടിക്കപ്പെടുന്നതിന് പിന്നിലുള്ള ഉത്തരവാദിത്വം വലിയൊരു പരിധിവരെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശരീരവും ആത്മാവും, ബോഡി ആൻഡ് സോൾ, ഇവ രണ്ടും കൂടി ചേർന്നതാണ്. മനുഷ്യനെ ആത്മാവ്, ശരീരം എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളായി വിഭജിച്ച് വേർതിരിച്ചു വയ്ക്കുവാൻ സാധിക്കും. അതായത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുന്നു. പിന്നെ അന്ത്യവിധിയിലെ പുനരുത്ഥാനത്തിന്റെ സമയത്താണ് ശരീരം വീണ്ടും ഉയർത്ത് ജീവൻ പ്രാപിച്ച് ആത്മാവിനോട് ചേരുന്നത്. അതായത് നമ്മളില് ആത്മാവ്, ശരീരം എന്നിങ്ങനെ രണ്ട് പദാർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മിൽ ഓരോരുത്തരിലും ഒരു വ്യക്തി അഥവാ പേഴ്സൺ കൂടി ഉണ്ട്. എന്റെ ശരീരവും ആത്മാവും അത് ഞാൻ എന്ന വ്യക്തിയുടേതാണ്. അതായത് ഒരു വ്യക്തി നമ്മിലുണ്ട്, എങ്കിലും മനുഷ്യനെ ശരീരം, ആത്മാവ്, വ്യക്തി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത പദാർത്ഥങ്ങളായി വിഭജിച്ച് വേർതിരിച്ചു വയ്ക്കുവാൻ സാധിക്കത്തില്ല. മനുഷ്യനെ രണ്ടായിട്ട് മാത്രമേ വിഭജിക്കാൻ പറ്റത്തുള്ളൂ, അത് ആത്മാവും ശരീരവും. എങ്കിലും നമ്മിൽ ഓരോരുത്തരിലും ഒരു വ്യക്തി അതും കൂടെയുണ്ട്. ഒരു ശിശു രൂപം കൊള്ളുന്നത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ആയിട്ടാണ്. അതായത് അമ്മയുടെ ഉദരത്തില് ഈ ഭ്രൂണം രൂപം കൊള്ളുമ്പോൾ പകുതി അപ്പന്റെ സംഭാവനയാണ്, പകുതി അമ്മയുടെ സംഭാവനയും. അതായത് ഭ്രൂണത്തിലുള്ള DNA കോഡിന്റെ പകുതി അപ്പനിൽ നിന്ന് വരുന്നു, പകുതി അമ്മയിൽ നിന്നും. എന്നാൽ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല, അപ്പൻ കുട്ടിയുടെ പകുതിയുടെ അപ്പനാണ്, അതുപോലെ അമ്മ കുട്ടിയുടെ പകുതിയുടെ അമ്മയാണ്. ഇങ്ങനെ നമ്മൾ പറയത്തില്ല. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ജോൺ, മാർഗ്രറ്റ് എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് ഒരു കുട്ടി ജനിച്ചു, ഡൊമിനിക്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല, ജോൺ ഡൊമിനിക്കിന്റെ പകുതിയുടെ അപ്പനാണ്, അല്ലെങ്കിൽ ഡൊമിനിക്കിന്റെ ശരീരത്തിന്റെ പകുതിയുടെ അപ്പനാണ് ജോൺ. ഇങ്ങനെ നമ്മൾ പറയത്തില്ല. അതുപോലെ നമ്മൾ പറയത്തില്ല, മാർഗ്രറ്റ് ഡൊമിനിക്കിന്റെ പകുതിയുടെ അമ്മയാണ്, അല്ലെങ്കിൽ ഡൊമിനിക്കിന്റെ ശരീരത്തിന്റെ പകുതിയുടെ അമ്മയാണ് മാർഗ്രറ്റ് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ ഇങ്ങനെ മാത്രമേ പറയത്തുള്ളൂ, ജോൺ ഡൊമിനിക് എന്ന വ്യക്തിയുടെ, പേഴ്സന്റെ അപ്പനാണ്. അതുപോലെ മാർഗ്രറ്റ് ഡൊമിനിക് എന്ന വ്യക്തിയുടെ, പേഴ്സന്റെ അമ്മയാണ്. ഇങ്ങനെ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് ക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് വരാം. ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ ഒരു ദൈവിക ഘടകം, അതായത് ഒരു ഡിവൈൻ എസൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ ഒരു വ്യക്തി അതും ഉണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത്
അനാദി മുതൽ ഉള്ള പരിശുദ്ധ ത്രിത്വത്തിലെ പുത്രൻ എന്ന ദൈവിക വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തുവിനെ വ്യക്തി, ദൈവിക ഘടകം എന്നിങ്ങനെ രണ്ട് വസ്തുക്കളായി വിഭജിക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മനുഷ്യനായി അവതരിച്ച സമയത്ത് ക്രിസ്തു മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം, ഒരു ഹ്യൂമൻ ഫാക്ടർ അത് സ്വീകരിച്ച് തന്നിലെ ദൈവിക ഘടകത്തോട് ഏകീഭവിപ്പിച്ചു. എന്നാൽ ഈ ദൈവിക ഘടകവും മാനുഷിക ഘടകവും തമ്മിൽ പരസ്പരം കലരുന്നില്ല താനും. ഈ മാനുഷിക ഘടകം എന്ന് പറയുന്നത് ഒരു മനുഷ്യാത്മാവും ഒരു മനുഷ്യ ശരീരവും ചേർന്നതാണ്. അതായത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ ഒരു ദൈവിക ഘടകമുണ്ട്, ഒരു മാനുഷിക ഘടകമുണ്ട്, അതുപോലെ ഒരു വ്യക്തിയും ഉണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ അനാദി മുതൽ ഉള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തിയാണ്. അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: അനാദി മുതൽ ഉള്ള പരിശുദ്ധ ത്രിത്വത്തിലെ പുത്രൻ എന്ന ദൈവിക വ്യക്തിക്ക് ഇപ്പോൾ ഒരു ദൈവിക ഘടകവുമുണ്ട്, ഒരു മാനുഷിക ഘടകവുമുണ്ട്. എന്നാൽ ഈ മാനുഷിക ഘടകം മറിയത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാം: പരിശുദ്ധ ത്രിത്വത്തിലെ അനാദി മുതലുള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തി ഇപ്പോൾ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു മാനുഷിക ഘടകം സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇക്കാരണത്താൽ നമ്മൾ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു എന്നേയുള്ളൂ. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. മാത്യു, ജോസ് ഇവര് അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെയിരിക്കെ മാത്യുവിന് വൃക്ക സംബന്ധമായ ഒരു അസുഖം ബാധിച്ചു. വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ജോസ് തന്റെ 2 വൃക്കകളിൽ ഒന്ന് മാത്യുവിന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ഓപ്പറേഷൻ നടന്നു. ജോസിന്റെ ഒരു വൃക്ക മാത്യുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തു. മാത്യു സുഖം പ്രാപിച്ചു, ഇപ്പോൾ ആരോഗ്യവാനായി ഇരിക്കുന്നു. ഇനി മാത്യു ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നു എന്ന് കരുതുക: എനിക്ക് ജോസിനോട് യാതൊരു കടപ്പാടുമില്ല. എനിക്ക് കടപ്പാടുള്ളത് ജോസ് തന്ന വൃക്കയോട് മാത്രമാണ്. മാത്യുവിന്റെ ഈ നിലപാട് ശരിയാണെന്ന് നമ്മൾ ആരും അംഗീകരിക്കത്തില്ല. മാത്യുവിന്റെ ശരീരത്തിൽ ഇപ്പോൾ ജോസിന്റെ വൃക്ക ഉണ്ട്. ഈ വൃക്ക മൂലമാണ് മാത്യു ഇപ്പോൾ ജീവിക്കുന്നത്. അതിനാല് ജോസ് തന്ന ഈ വൃക്കയോട് മാത്രമല്ല, ആ വൃക്ക തന്ന ജോസിനോടും മാത്യു വളരെ ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അതായത് മനുഷ്യാവതാര വേളയിൽ ക്രിസ്തു മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം സ്വീകരിച്ചു. എന്നാൽ ക്രിസ്തുവിന് കടപ്പാടുള്ളത് മറിയത്തിൽ നിന്ന് സ്വീകരിച്ച ഈ മാനുഷിക ഘടകത്തോട് മാത്രമല്ല, പിന്നെയോ ഈ മാനുഷിക ഘടകം തനിക്ക് സംഭാവന ചെയ്ത മറിയത്തോടും ക്രിസ്തു ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് മറിയത്തിന്റെ ദൈവമാതൃത്വത്തെക്കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അനന്തം, ഇൻഫിനിറ്റ് ആണ്. ഇക്കാരണത്താൽ ദൈവം പാപത്തെ, തെറ്റിനെ അനന്തമായി വെറുക്കുന്നു. തന്മൂലം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനു മുമ്പിൽ അനന്തമായ ശിക്ഷ, ഇൻഫിനിറ്റ് പെനാലിറ്റി അർഹിക്കുന്നവനായി മാറുന്നു. എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം ചെയ്യാൻ കഴിവുള്ളത് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമാണ്. അതിനാല് ത്രിത്വത്തിലെ 2ാം ആളായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മനുഷ്യനു വേണ്ടി പരിഹാരകർമ്മം ചെയ്തു, കാൽവരിയിൽ ബലിയായി. യേശുവിന്റെ കുരിശുമരണത്തിന്റെ മൂല്യം അനന്തം, ഇൻഫിനിറ്റ് ആണ്. മനുഷ്യ പാപങ്ങളുടെ എല്ലാം കടം വീട്ടുവാൻ അത് മതിയായതാണ്. എന്തുകൊണ്ടാണ് യേശുവിന്റെ കുരിശുമരണത്തിന് അനന്തമായ മൂല്യമുണ്ടാകുന്നത്? യേശു തന്റെ മാനുഷിക ഘടകത്തിലാണ് കുരിശുമരണം സഹിക്കുന്നത്. എന്നിട്ട് പോലും ഈ കുരിശുമരണത്തിന് അനന്തമായ മൂല്യമുണ്ട്. അതിന്റെ കാരണം ഇതാണ്: യേശു തന്റെ മാനുഷിക ഘടകത്തിൽ സഹിക്കുമ്പോഴും ആ കുരിശുമരണം സഹിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ 2ാം ആളായ പുത്രൻ എന്ന ദൈവിക വ്യക്തിയാണ്. ഇതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് അനന്തമായ മൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, ക്രിസ്തുവിലെ മാനുഷിക ഘടകവും പരിശുദ്ധ ത്രിത്വത്തിലെ അനാദി മുതലുള്ള ആ പുത്രൻ എന്ന ദൈവിക വ്യക്തിയും തമ്മിൽ എത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അതായത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ ഒരു മാനുഷിക ഘടകമുണ്ട്. ഈ മാനുഷിക ഘടകം മറിയത്തിൽ നിന്ന് വരുന്നു.
അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാം: പരിശുദ്ധ തൃത്വത്തിലെ അനാദി മുതലുള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തി ഇപ്പോൾ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു മാനുഷിക ഘടകം സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ ദൈവമാതാവ് അല്ലെങ്കിൽ തിയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് ആ പ്രധാന പോയിന്റുകൾ വളരെ ചുരുക്കി ഞാനൊന്ന് എഴുതി വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ ഒരു ദൈവിക ഘടകവും ഒരു മാനുഷിക ഘടകവും ഉണ്ട്. ഈ മാനുഷിക ഘടകം മറിയത്തിൽ നിന്നു വരുന്നു. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലെ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ അനാദി മുതലുള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തിയാണ്. അതായത് പരിശുദ്ധ ത്രിത്വത്തിലെ അനാദി മുതലുള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തി ഇപ്പോൾ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു മാനുഷിക ഘടകം സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇക്കാരണത്താൽ നമ്മൾ മറിയത്തെ ദൈവമാതാവ് തിയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരാം. അതായത് ക്രിസ്തു മറിയത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത മറിയത്തെ അറിയിക്കാൻ വേണ്ടി ഗബ്രിയേൽ ദൈവദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിന് തൊട്ട് ഉടനെ തന്നെ മറിയം യൂദയായിലെ മലമ്പ്രദേശത്ത് താമസിച്ചിരുന്ന സക്രിയ പുരോഹിതന്റെ ഭവനത്തിലേക്ക് പോകുന്നതായി നമ്മൾ വായിക്കുന്നു. സക്രിയ പുരോഹിതന്റെ ഭാര്യ എലിസബത്തിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എലിസബത്ത് ആ സമയത്ത് സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. മറിയത്തെ കണ്ട മാത്രയിൽ എലിസബത്ത് പറയുന്ന വാക്കുകൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇവിടെ ശ്രദ്ധിക്കുക, എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ്. അതായത് ലൂക്ക തന്റെ സുവിശേഷം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദർ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് ക്യൂരിയോസ്. ഈ ക്യൂരിയോസ് എന്ന പദമാണ് ഇവിടെ മലയാളത്തിൽ കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ലൂക്ക ഇവിടെ പറയുന്നത് മറിയം കർത്താവിന്റെ അമ്മ, അതായത് ദൈവത്തിന്റെ അമ്മ, ദൈവമാതാവ് ആണെന്ന് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂക്ക പറഞ്ഞിരിക്കുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എന്ന്. അതിനുശേഷമാണ് ഈ വാക്കുകൾ എലിസബത്ത് പറയുന്നത്. അതിനാല് ഈ വാക്കുകൾ ഒരു സാധാരണ സ്ത്രീയുടെ സാധാരണ സംഭാഷണം മാത്രമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെയോ മറിയം കർത്താവിന്റെ അമ്മ, അതായത് ദൈവമാതാവ് ആണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ എലിസബത്തിലൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. AD 431 നടന്ന എഫേസോസ് സൂനകദോസ് മറിയം ദൈവമാതാവാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതായത് തിയോട്ടോക്കോസ് ആണെന്ന്. മറിയം ദൈവമാതാവാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ തൃത്വം ജനിച്ചത് മറിയത്തിൽ നിന്നാണെന്നോ, മറിയം പരിശുദ്ധ തൃത്വത്തെക്കാൾ പ്രായമുള്ളവളാണെന്നോ, ക്രിസ്തുവിലെ ദൈവിക ഘടകം വന്നിരിക്കുന്നത് മറിയത്തിൽ നിന്നാണെന്നോ കത്തോലിക്ക സഭ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല.